തൃശ്ശൂരിൽ നിന്നും ജയിച്ചാൽ താൻ മലം മറിക്കും എന്നെല്ലാം പ്രഖ്യാപിച്ചായിരുന്നു തൃശ്ശൂരിലെ നിയുക്ത എം.പി. സുരേഷ് ഗോപി രംഗത്ത് വന്നിരുന്നത്. കേന്ദ്രമന്ത്രിയായതിനു ശേഷം വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് തൃശ്ശൂരിലേക്ക് പാലും തേനുമായി ഒഴുക്കിയിറക്കിക്കൊണ്ട് തൃശ്ശൂരുകാരെ മുഴുവൻ ഉദ്ധരിച്ച് വലിയ തോതിലേക്ക് രക്ഷപ്പെടുത്തുമെന്നുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ നാളുകളിലും അതിനു മുമ്പും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും വിജയിച്ചതിന് ശേഷവുമുള്ള എല്ലാ രീതിയിലുമുള്ള പ്രഖ്യാപനങ്ങളും അത്തരത്തിലുള്ള പ്രഹസനങ്ങളും. ഇത് തികച്ചും തൃശ്ശൂരുകാരെ വഞ്ചിക്കുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയായി പോയി എന്നാണ് ഇപ്പോൾ തൃശ്ശൂരിലെ വോട്ടർമാർ പറയുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ തൃശ്ശൂരിന് കിട്ടിയത് വട്ടപൂജ്യം മാത്രമാണ്. കേരളത്തിനെ തന്നെ വട്ടപൂജ്യമാണ് മോദി സർക്കാർ നൽകിയതെങ്കിൽ തൃശ്ശൂരിന് ആകട്ടെ യാതൊരുവിധ പരിഗണനയും നൽകാത്ത ഒരു അവസ്ഥയായിരുന്നു. ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാക്കുമെന്നും വികസന പദ്ധതികൾ കൊണ്ടുവരുമെന്നുമുള്ള എല്ലാം വലിയ തോതിലുള്ള പ്രസ്താവനകൾ നടത്തിയാണ് കേന്ദ്ര സഹമന്ത്രിയെങ്കിലുമായി സുരേഷ് ഗോപി രംഗത്ത് വന്നത്. പക്ഷേ യാതൊരുവിധ പരിഗണനയും കിട്ടിയില്ല. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, മലയാളിയാണ് സുരേഷ് ഗോപി, രണ്ടാമത്തെ കേരളീയനാണ് സുരേഷ് ഗോപി. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ പണിയണ സമയത്ത് സുരേഷ് ഗോപി എന്നോ ജോർജ് കുര്യനെന്നോ ഒരു നോട്ടവും അവർക്കുണ്ടായില്ല. കേരളം എന്ന് കണ്ടതോടുകൂടി പേരുകളെല്ലാം വെട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിനകത്ത് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം ഉയർത്തി വലിയ തോതിലുള്ള സംഭവം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് BJP അടക്കം വലിയ തോതിൽ കേന്ദ്രമന്ത്രിയാകുന്നതോടുകൂടി ഇവിടേക്ക് വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങുമെന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകളെല്ലാം നടത്തിയിരുന്നു. ഇതൊന്നും സാധിച്ചിട്ടില്ല. ബജറ്റ് വന്നപ്പോൾ തൃശ്ശൂരിനെ പൂർണ്ണമായും വഞ്ചിച്ച തരത്തിലുള്ള ഒരു ബഡ്ജറ്റായിരുന്നു അവിടെ ഉണ്ടായത്. അത് തൃശ്ശൂരിലെ ഏറ്റവും വലിയ പ്രോജക്റ്റ് എന്ന് അവകാശപ്പെട്ടിരുന്ന ഗുരുവായൂർ തിരുനാവായ റെയിൽവേ ലൈൻ ഉൾപ്പെടെയുള്ള ജില്ലയിലെ പ്രധാന വികസന പദ്ധതികൾ ഒന്നും പച്ചക്കൊടി വീശിയില്ല, ഒന്നും പരിഗണിക്കുക പോലും ചെയ്തില്ല. പരാമർശം പോലും ഉണ്ടാകാതെ ഈ റെയിൽവേ ലൈൻ്റെ കാര്യങ്ങൾ കടന്നുപോയി. അതോടൊപ്പം തന്നെ പ്രസിദ്ധമായ ഗുരുവായൂർ തൃപ്രയാർ വടക്കുന്നാഥ ക്ഷേത്രം, അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദ്, പാലയൂർ പള്ളി എന്നിവ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു തീർത്ഥാടന ടൂറിസം സർക്യൂട്ട് രൂപപ്പെടുത്തുമെന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം. സുരേഷ് ഗോപി ടൂറിസം മന്ത്രി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രഖ്യാപനത്തിനകത്ത് ഉറപ്പായിട്ടും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു പദ്ധതിയായിരുന്നു ഈ പറയുന്ന തീർത്ഥാടന ടൂറിസം സർക്യൂട്ട്, ആ പ്രോജക്റ്റ്. പക്ഷേ അതും അവിടെ നടപ്പിലായില്ല. അതോടുകൂടി തന്നെ സുരേഷ് ഗോപി ടൂറിസം മന്ത്രി ആയിട്ട് കൂടി ഒരു ചില്ലിക്കാശിൻ്റെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ ആ മണ്ഡലത്തിന് വേണ്ടി അവതരിപ്പിക്കുക അല്ലെങ്കിൽ കൃത്യമായിട്ട് അനുവദിപ്പിച്ചെടുക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചില്ല. കൊച്ചി മെട്രോ റെയിൽ തൃശ്ശൂരിലേക്ക് നീട്ടുമെന്ന സുരേഷ് ഗോപിയുടെ വാഗ്ദാനം പൂർവ്വം പാഴ്വാക്ക് മാത്രമായിട്ട് മാറി. കാരണം അങ്ങനെ ഒരു ആലോചന പോലും ഈ പറയുന്ന യൂണിയൻ ബഡ്ജറ്റിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. അതായത് പ്രധാനമന്ത്രിയുടെ തൃപ്രയാർ ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ 100 കോടിയുടെ ക്ഷേത്ര നവീകരണ പദ്ധതി കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭാരവാഹികൾ അവർക്ക് സമർപ്പിച്ചിരുന്നു. തേക്കിൻകാട് മൈതാന നവീകരണത്തിന് 50 കോടിയുടെ പദ്ധതി സമർപ്പിച്ചിരുന്നു. അതോടൊപ്പം കഴിഞ്ഞ ജൂലൈയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ശക്തൻ തമ്പുരാൻ കൊട്ടാരം സന്ദർശിച്ച് വികസന പദ്ധതികൾ നിരവധിയായത് പ്രഖ്യാപിച്ചിരുന്നു. ഇതൊന്നും ബജറ്റിൽ ഇടം നേടിയില്ല. കാരണം ഇവർ സാധാരണ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടത്തിയ ചില ഗിമ്മിക്കുകൾ മാത്രമായിരുന്നു ഈ പറഞ്ഞ സംവിധാനങ്ങളെല്ലാം. ഇതെല്ലാം വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ഈ പദ്ധതികളൊന്നും അവതരിപ്പിച്ച് അനുമതി വാങ്ങിയെടുക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചില്ല എന്നുള്ളത് വളരെ നിരാശ നൽകുന്ന, പ്രതീക്ഷകളെ പൂർണ്ണമായി നശിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. സുരേഷ് ഗോപിയിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നവരാണ് ഇത്തരത്തിൽ ശരിക്കും മണ്ടന്മാരായി പോയത് എന്നുള്ളതാണ് പ്രധാന വസ്തുത. മറ്റ് മണ്ഡലങ്ങൾക്കും ഒന്നും കിട്ടിയില്ലല്ലോ, തൃശ്ശൂരിന് മാത്രമായിട്ടല്ലല്ലോ, മറ്റൊന്നിനും കിട്ടിയില്ലോ എന്ന് ചോദിക്കുന്ന വിമർശകരോട് പറയാനുള്ളത്, കേരളത്തിനെ മോദി സർക്കാരിന് താല്പര്യമില്ല, കേരളത്തിലെ CPM ഗവൺമെൻറ്റിനോട് LDF ഗവൺമെൻറ്റിനോട് താല്പര്യമില്ല, കേരളത്തിലെ ജനതയോട് പോലും അവർക്ക് താല്പര്യമില്ല. അത്തരത്തിലുള്ള ഒരു അവഗണന കൃത്യമായിട്ട് BJPക്ക് വോട്ട് ചെയ്ത ഒരു സമൂഹമുണ്ട്. പലരും ജയിച്ചു, പലരും ജയിച്ചില്ല എന്നുള്ള വസ്തുതയാണ്. പക്ഷേ എങ്കിൽ പോലും 2 സീറ്റ് നേടിക്കൊടുത്തവരുണ്ട്. ആ പറയുന്ന സീറ്റ് വാങ്ങിക്കൊടുത്തവർക്ക്, തൃശ്ശൂരിന് സീറ്റ് വാങ്ങിക്കൊടുത്തവരെ പോലും സംരക്ഷിക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് വളരെ നിരാശ നൽകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഗുരുവായൂർ തീർത്ഥാടന ശേഷം പ്രഖ്യാപനം, വികസനം, ഗുരുവായൂർ തിരുനാവായ റെയിൽപാത തുടങ്ങിയ ആവശ്യങ്ങളുമായി ഗുരുവായൂർ ദേവസ്വം ഭാരവാഹികൾ പ്രധാനമന്ത്രിക്ക് നിവേദനം അടക്കം നേരിൽ കണ്ട് നൽകിയിരുന്നു.
താൻ തൃശ്ശൂരിൻ്റെ മാത്രമല്ല മുഴുവൻ മന്ത്രിയാണെന്നും മറ്റുമുള്ള സുരേഷ് ഗോപിയുടെ പ്രസ്താവന ബഡ്ജറ്റ് പ്രഖ്യാപനം വന്നതോടെ ട്രോളായി സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. സുരേഷ് ഗോപി ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിന് കുറേയെങ്കിലും എന്തെങ്കിലുമൊക്കെ ലഭിച്ചിരുന്നു. ഈ BJP ഗവൺമെൻറ്റിൽ നിന്നൊക്കെ കുറേയൊക്കെ ആനുകൂല്യങ്ങൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി ലഭിച്ചിരുന്നു. വിഴിഞ്ഞം പദ്ധതി, സ്വപ്ന പദ്ധതിയായി വിഴിഞ്ഞം പദ്ധതി, ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് കൂടിയാണ് തുറമുഖം എന്ന് പറയുന്നത്. ആ പദ്ധതിക്ക് പോലും യാതൊരുവിധ പരിഗണനയും നൽകാൻ കഴിയാത്തൊരു സാഹചര്യം കടന്നുപോയി എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ്. ഇപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങൾ ചിന്തിക്കുന്നത് എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ഒരാളെ തെരഞ്ഞെടുത്തത് എന്നുള്ള ആശങ്കയാണുള്ളത്. ഈ ഘട്ടത്തിലും സുരേഷ് ഗോപിയുടെ ധാർഷ്ട്യത്തിന് കുറവൊന്നും വന്നിട്ടില്ല. ആ ഘനഗംഭീരമായി ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രജാതൽപരനായ ആ മഹാരാജാവിൻ്റെ രീതിയിലുള്ള ആ തമ്പുരാൻ മേൽക്കോയ്മ കാണിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ബഡ്ജറ്റിന് ശേഷവും നടത്തിയത്. അതിൽ ഒരു വീഴ്ചയോ ഒരു കുറവും വരുത്തിയില്ല. പക്ഷേ കാര്യങ്ങളൊന്നും നടന്നില്ല. വെറും ഡയലോഗ് മാത്രമായി പോകുന്ന കാഴ്ചകളാണ് സുരേഷ് ഗോപിയുടെ മുന്നിലൂടെ നമ്മൾ കണ്ടത്. ഏതായാലും ഈ പറയുന്ന കഥകളെല്ലാം നടന്നുകൊണ്ടിരിക്കും. ഒരു വശത്തുകൂടി സുരേഷിൻ്റെ ഗോപിയാട്ടം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതല്ലാതെ മറ്റൊന്നും ഇവിടെ പ്രായോഗിക തലത്തിൽ നടക്കാനില്ല എന്നുള്ള കൃത്യമായ ബോധ്യത്തിലേക്ക് മലയാളികൾ ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുകയാണ്.